ഒക്കെ ഉണ്ടായത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ലതുണ്ട്. നമ്മൾ ഇങ്ങനെ ഇതേപോലെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇതുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം, പറിക്കാം. നമുക്കിത് നല്ല ഉപ്പേരി ഉണ്ടാക്കാം. ഉണ്ടാവും. പിന്നെ തക്കാളി തൈയുണ്ട്, അത് തക്കാളി ഉണ്ടായിട്ടില്ല. പിന്നെ വെണ്ടക്ക ഉണ്ട്, അതുമൂലം കായ്ച്ചിട്ടില്ല. ഇതാണിപ്പോൾ കായ്ച്ചത്. ഇതുമ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായത് നല്ലതാണ്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തം പറിച്ചിട്ട് നമുക്ക് തന്നെ ഉപ്പേരിയെല്ലാം വെച്ചാൽ നല്ലതുണ്ടാവും. എന്താ ഇതേപോലെ നമുക്കെല്ലാം പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുക്കളൻ്റെ ഭാഗമാണ്. ഇതുപോലെ പറിച്ചെടുത്താൽ മതി. കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു നേരം ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെയും കുറേ ഉണ്ട്, അതൊക്കെ ചള്ള. ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ 2-3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചതാണ്. ഇതുകൊണ്ട് നമുക്ക് അച്ചാറിട്ടാലോ? അച്ചാറിടാം, പിന്നെ ഉപ്പിലിടാം, എല്ലാത്തിനും പറ്റും. കണ്ടോ, ചെറുതാക്കി നുറുക്കിയെടുക്കാം, എന്നിട്ട് അച്ചാറിട്ട് കൊടുക്കാം. എങ്ങനെ അച്ചാറിടാൻ നോക്കാം. നമുക്ക് മാങ്ങ അച്ചാറിടാൻ തുടങ്ങിയാലോ? ഇതിലൊരുപാട് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കി നോക്കാണ്ട്. ഇതാണ് എള്ളെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. എള്ളെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് കറി ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2-3 കഷ്ണം ഇഞ്ചിയുണ്ട്. അതുപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളിയുണ്ട്. ഇതൊന്ന് വാടിക്കോ. ഇത് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് മുളകിൻ്റെ പൊടി തീ ഓഫാക്കുക. അതാണല്ലേ, അല്ലെങ്കിൽ നമുക്ക് ചുമയിൽ മതി. ഇത് കാശ്മീരി മുളകാണ്. നമ്മൾ വലിയ ടീസ്പൂണിന് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവ് കുറവുണ്ടാവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടുള്ളത് ഒരു നുള്ളു മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടിയത് നമ്മൾ അച്ചാറിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ പൊടി തന്നെ കേട്ടോ. അതും ഇതുമാതിരി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി അച്ചാറിൻ്റെ പൊടിയെല്ലാം. പിന്നെ കായം, ഞാൻ ഈ അച്ചാറിൻ്റെ പൊടി ഉണ്ടാക്കുമ്പോൾ കായം ചേർത്തിട്ടില്ല. ഉലുവ, കടുക്, മുളക് ഒക്കെ ചേർത്തതാണ്. ഇനി നമുക്ക് സ്വർക്കം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മെയിനായിട്ടുള്ള പിന്നെ ഉപ്പ്, കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. സാധാരണ നമ്മളെ പൊടി ഉപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം കൊണ്ട് ഇട്ട് കൊടുത്തിരുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. ഇതാ ഇതിപ്പോൾ നന്നായി ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, മുളകൊക്കെ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഇത്തിരി സോർക്കൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ചുകൂടി സോർക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇപ്പം നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ നമുക്ക് കുറവെന്ന് തോന്നുമ്പോൾ കുറച്ച് സ്വർക്കം ഒഴിച്ച് കൊടുത്താൽ മതി. അത് വലിയ കണക്കൊന്നും ഇട്ടൊന്നും വേണ്ട. ഇത് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇറക്കി കളയാം. തീയാതായി വന്നിട്ടുണ്ട്. നല്ല അച്ചാർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടാറിയിട്ട് ഒരു നല്ല കുപ്പിയിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ബോട്ടിലാക്കുമ്പോൾ ബോട്ടിൽ നന്നായി ഉണക്കിയിട്ടേ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതണ്ട. ഇനി ഇതിലൊന്നും ആവശ്യമില്ല. സ്വത്തൊക്കെ കണക്കാം. ഇനി എടുക്കുക നല്ല വെള്ളം ഉണ്ടാവും. കുറച്ച് ദിവസം ഇരുന്നാൽ തന്നെ നല്ലോണം വെള്ളം വരും. ഇതിൽ തന്നെ സ്വത്തിന് നല്ല വെള്ളം ഉണ്ടാവും. നമുക്കിത് ചൂടാക്കി എന്നിട്ടൊരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. ഇതുപോലെ അച്ചാറുണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ബോട്ടിൽ നന്നായി കഴുകി തുടച്ചിട്ടേ വെക്കാവുള്ളൂ. പിന്നെ എടുക്കുന്ന സമയത്ത് ടീസ്പൂണൊക്കെ നല്ല വൃത്തിയില്ല ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ അച്ചാർ പുറത്ത് തന്നെ വെച്ചാൽ മതി, കേടാവില്ല. ഓക്കെ, ബൈ. അപ്പോൾ ഞാനൊരു നല്ല ബോട്ടിൽ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങിയ ബോട്ടിലാക്കണേ അച്ചാർ. അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അച്ചാർ തീരെ കേടാവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ബോട്ടിൽ ആടാക്കി വെച്ചാൽ ഞാൻ ഉപ്പിലിട്ട് വെക്കും, അച്ചാറിട്ട് വെക്കും, ഒക്കെ ഞാൻ പുറത്ത് തന്നെ വെക്കൽ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ആക്കി വെച്ചാൽ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, കയ്പ്പക്ക അച്ചാറിട്ടുണ്ട്, കല്ലുമ്മക്കായ അച്ചാറിട്ടിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അത് നെല്ലിക്ക ഉപ്പിലിട്ട് നെല്ലിക്ക ഒന്ന് വാട്ടിയാൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് കുപ്പിയിലാടിട്ട് വെച്ചാൽ മതി. ഒന്നും ആവില്ല. ഒരു തുള്ളി സോക്കേറ്റി ചേർത്താൽ എന്നാൽ പൂപ്പലൊന്നും വരില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ, ഷെയർ ചെയ്യും വേണം. ബൈ.